الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു അതിന് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഏറെ അഭിമാനം തോന്നുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിശേഷിച്ചും മുസ്ലിം സ്ത്രീകളെക്കുറിച്ചുള്ള ചർച്ച, വിശേഷിച്ചും ഇസ്ലാമിക സംസ്കാരത്തിലെ സ്ത്രീകളെക്കുറിച്ചുള്ള ചർച്ച നടത്തി ഇസ്ലാമിനെയും മുസ്ലിം സ്ത്രീകളെയും അപരിഷ്കൃതരായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസികളായ നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു കമ്മീഷൻ, അതിൻ്റെ റിപ്പോർട്ടും നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് പകരം ശരീരം, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ് അതിമനോഹരമായ പേര് നൽകി അതൊരു വലിയ എന്തോ ഒരു വിഷയമായി പ്രസൻറ്റ് ചെയ്യപ്പെടുകയാണ്. സത്യത്തിൽ ഇവർക്ക് ഇത് പുതിയതായിരിക്കും, പക്ഷേ എല്ലാ കാലത്തെയും അവസ്ഥ ഇത് തന്നെയാണ്. ഒരു സ്ത്രീ ശരീരം മാന്യമായി മറയുന്ന വസ്ത്രം ധരിച്ചാൽ അവൾ 6-ാം നൂറ്റാണ്ടിലെ പെണ്ണാകേണ്ടവളാണെന്ന് പറഞ്ഞ് അപമാനിക്കുന്നവർ, സ്ത്രീകളുടെ വിഷയത്തിൽ നന്മ മാത്രം ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഒരു സ്ത്രീ ലംബടനാക്കിയവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ കാലത്ത് ഞങ്ങൾ സ്ത്രീകളോട് കയർത്തുപോലും സംസാരിക്കാറുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ്റെ അനുയായികളെ പഴഞ്ചന്മാരാക്കി 6-ാം നൂറ്റാണ്ടിലേക്ക് തള്ളിയവർ, പണിയെടുത്തതിന് കൂലി കിട്ടാൻ ശരീരം പകരം കൊടുക്കണമെന്ന അതീവ നൂതനമായ ഒരു പരിഷ്കാരത്തിലേക്കാണ്, ഒരു പരിഷ്കൃതത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. വായിച്ചാൽ തീരാത്തവണ്ണം പേജുകളുള്ള ഈ റിപ്പോർട്ടിൻ്റെ ഒരു സമ്മറി ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് വായിച്ച് നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം 4 നിർദ്ദേശങ്ങൾ വെച്ചു. അതാണ് ഏറെ രസകരമായത്. അതിലൊന്നാമത്തേത്, സ്ത്രീകളുടെ റെസ്റ്റ് റൂമുകൾ പുരുഷന്മാരിൽ നിന്ന് അകലെയാവണം എന്നതാണ്. രണ്ടാമത്തേത്, ജോലിസ്ഥലങ്ങളിൽ പുരുഷന്മാരുമായി ഇടകലരുന്നത് തടയാനുള്ള സംവിധാനമുണ്ടാകണമെന്നതാണ്. മൂന്നാമത്തേത്, ഈ സ്ത്രീകൾക്ക് രാത്രിയിലെ യാത്രക്ക് പ്രത്യേക സുരക്ഷിതത്വം ഏർപ്പെടുത്തണമെന്നാണ്. നാലാമത്തതാണ് ഏറെ കൗതുകം, ഇവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പോലീസ് സംവിധാനം ഒരുക്കണം എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയാണ് ഈ പരിഷ്കൃത സമൂഹം എത്തി നിൽക്കുന്നത് എന്ന്. നമുക്കറിയാം, ഇതേ കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കലാലയത്തിൽ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ടോയ്ലറ്റ് ഒന്നാക്കിയത് ആഘോഷിച്ചത്.
ടോയ്ലറ്റും ബെഡ്റൂമുമൊക്കെ ഹോസ്റ്റലുകളുമൊക്കെ ഒന്നിച്ചാവണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് നേരം വെളുക്കാൻ ഒരുപക്ഷെ ഇനിയും സമയമെടുത്തെന്ന് വരും. വല്ലാത്ത അത്ഭുതകരമാണ് ഇത്. പ്രായമായാൽ വിവാഹം കഴിക്കണമെന്ന ഖുർആനിൻ്റെ നിർദ്ദേശത്തെ, ഇസ്ലാമിൻ്റെ നിർദ്ദേശത്തെ, വിവാഹമെന്നത് ഒരു പഴഞ്ചൻ സംസ്കാരമാണെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ആധുനിക സമൂഹം എത്തിപ്പെട്ടു. നമുക്കറിയാം, ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഇസ്ലാമല്ല. അതാണ് ഞാൻ അഭിമാനം എന്ന് പറഞ്ഞത്. ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ലിബറലിസമാണ്, ഭൗതികവാദത്തിൻ്റെ ആളുകളാണ്. ഈ റിപ്പോർട്ടിൻ്റെ മർമ്മം പരിശോധിച്ചപ്പോൾ മനസ്സിലായത്, ഈ റിപ്പോർട്ടിൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഒറ്റ കാര്യമാണ്. അത് സ്ത്രീയെക്കുറിച്ചുള്ള പുരുഷ വീക്ഷണം എന്ത് എന്നതാണ്. അതാണ് ഇതിലുള്ളത്. സ്ത്രീയെക്കുറിച്ചുള്ള പുരുഷ വീക്ഷണം എന്താണ്? പരിഷ്കൃത സമൂഹമെന്ന് സ്വയം മേനി നടക്കുന്നവരുടെ നിയന്ത്രണത്തിലാണ് സിനിമ പോലെയുള്ള കലകൾ. ഈ ഒരു സന്ദർഭത്തിൽ സ്വതന്ത്ര പരിഷ്കൃത സമൂഹം എവിടെ നിൽക്കുന്നുവെന്നും ഈ പരിഷ്കൃത സമൂഹത്തിൻ്റെ നായികാനായകന്മാരുടെ നിലയെന്ത് എന്നും ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലായി. വലിയ വൈദഗ്ധ്യമുള്ളവരാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. സ്ത്രീയെ അടിച്ചമർത്തുന്ന, അവളെ കേവലം ലൈംഗിക ഉപകരണമായി കാണുന്ന, അവൾക്ക് ശുദ്ധവായു പോലും ശ്വസിക്കാൻ അനുവദിക്കാത്ത മതമേധാവിത്വത്തെ തകർക്കാനാണ് ഈ മതരഹിത, മതവിരുദ്ധ പരിഷ്കൃത സമൂഹം വന്നത്. അവരുടെ വാദം അതായിരുന്നു. ഇസ്ലാം അടക്കമുള്ള മതങ്ങൾ സ്ത്രീയെ അടിച്ചമർത്തുന്നു. ഇസ്ലാം അവളെ കേവലം ഒരു ലൈംഗിക ഉപകരണമായി കാണുന്നു. അവൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നൊക്കെയായിരുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ സ്ത്രീയെ പുരുഷൻ്റെ ഉപകരണമായും അവൻ്റെ ശാരീരിക സുഖത്തിനുള്ള ഒരു ചരക്കായും കാണുന്ന ഈ ഭൗതിക പ്രത്യയശാസ്ത്രമാണ് സിനിമാ ലോകത്തെ ഈ നെറികേടുകളുടെ അടിസ്ഥാന കാരണമെന്ന് ഉറക്കെ പറയാൻ സമയം വൈകിയിട്ടുണ്ട്. നമുക്കറിയാം, സ്ത്രീകളുടെ ഏറ്റവും കടുപ്പമുള്ള പതിതാവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഭൗതികവാദികളുടെ ഭാഷയിൽ പറഞ്ഞാൽ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലുമൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്ന ആ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത് സ്ത്രീ വിഷയത്തിലൊരു വലിയ വിപ്ലവമായിരുന്നു. പുരുഷന് വഴങ്ങേണ്ട സുഖഭോഗ വസ്തുവാണ് ഭൗതികവാദത്തിൽ സ്ത്രീയെങ്കിൽ അള്ളാഹു ആദരിച്ച മഹദിയാണ് ഇസ്ലാമിലെ സ്ത്രീ. ഇന്നത്തെ സിനിമയുടെ സ്ഥാനത്ത് ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നത് കവിതകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലത്ത് കവിതകൾ ഉപയോഗിച്ചത് സ്ത്രീ ശരീരത്തെ വർണ്ണിച്ച് പുരുഷന്മാരെ സുഖിപ്പിക്കാനായിരുന്നു. സ്ത്രീ ശരീരത്തെ വർണ്ണിച്ച് അത് കേട്ട് പുരുഷന്മാർ സുഖിക്കുക. ഇന്നത്തെ സിനിമകൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് സ്ത്രീയെ നഗ്നയാക്കി അഭിനയിപ്പിച്ച് പുരുഷന്മാരെ സുഖിപ്പിക്കാനാണ്. അതാണല്ലോ ഇപ്പോഴുള്ള കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. 7-ാം നൂറ്റാണ്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ഈ കവിതാ മേഖലയെയും കവികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസ്കരിച്ചു. നബി അതിൽ വിജയിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. കവിതയെ തള്ളിപ്പറയാതെ തന്നെ ധർമ്മബോധമുള്ള പുതിയ കവികളെ സമൂഹത്തിന് സമർപ്പിച്ചു. ഉദാഹരണമാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. അന്നത്തെ പ്രമുഖരായ പല കവികൾക്കും ആശയ പരിവർത്തനമുണ്ടായി.
ലബീദും കഅബുമൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. എന്നാൽ നമ്മുടെ 7-ാം നൂറ്റാണ്ടിലെ ആ നരമ്പ് രോഗികളുടെ നിലവാരത്തിലേക്കാണ് ഇപ്പോഴും ആധുനിക പരിഷ്കൃത സമൂഹത്തിലെ സിനിമക്കാരെത്തി നിൽക്കുന്നത് എന്നാണ് അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തൽ. സ്ത്രീയെ ഉമ്മയായി, സഹോദരിയായി, ഇണയായി കാണാൻ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമർപ്പിച്ച പാഠങ്ങൾ ഇനിയും പഠിച്ചിട്ടില്ലാത്ത ഈ ഞരമ്പ് രോഗികളുടെ പേര് ഇന്ന് സൂപ്പർ സ്റ്റാർ എന്നാണ്. ഈ സൂപ്പർ സ്റ്റാറുകളെ ആരാധിക്കുന്ന വൃത്തികേടാണ് ഇന്ന് കല എന്ന് പറയുന്നത്. വ്യഭിചാരത്തിൽ ചെന്നവസാനിക്കുന്ന ജീവിത രീതിയും ഹിജാബിനെ വിലമതിക്കുന്ന ജീവിത രീതിയും തമ്മിലുള്ള സംഘർഷമാണ് യഥാർത്ഥത്തിൽ ഇനി സാംസ്കാരിക സമൂഹം അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ യുദ്ധം. അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സംഘർഷത്തിനുള്ള തുടക്കമാണിത്. വ്യഭിചാരത്തിൽ ചെന്ന് അവസാനിക്കുന്ന ജീവിത രീതിയാണ് സിനിമയും അതുപോലെയുള്ളതെല്ലാം. ഹിജാബിനെ വിലമതിക്കുന്ന ജീവിത രീതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതും തമ്മിൽ വലിയ സംഘർഷമുണ്ടാകും. ആ സംഘർഷത്തിൽ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള മനുഷ്യർക്ക് കാര്യം ഗ്രഹിക്കാൻ കഴിയും. ഇസ്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് സ്വയം തിരിച്ചറിയുന്ന, തൻ്റെ ശരീരവും സൗന്ദര്യവും പരിരക്ഷിക്കൽ തൻ്റെ അവകാശമാണെന്ന് കരുതുന്ന സ്ത്രീകളെയാണ്. ആണിന് മുമ്പാകെ തുണിയുരിയുന്ന സംസ്കാരത്തിൻ്റെ ആദ്യകാല വക്താക്കൾ നമ്മുടെ നാട്ടിൽ സവർണജാതി വ്യവസ്ഥയായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് മാറിടം മറക്കാൻ പാടില്ലായിരുന്നു. ചരിത്രം വായിച്ചവർക്കറിയാം, ടിപ്പു സുൽത്താനാണ് മലയാളി സ്ത്രീകൾക്ക് മാറിടം മറക്കാനുള്ള അവകാശം നൽകിയത്. അന്നൊരു തരം ഞരമ്പ് രോഗികളുണ്ടായിരുന്നു അവിടെ, സവർണരായിരുന്നു അവർ. ആ ഞരമ്പ് രോഗികളുടെ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ പുതിയ ഞരമ്പ് രോഗികളായ സൂപ്പർ സ്റ്റാറുകൾ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എൻ്റെ സിനിമ കണ്ടിട്ട് 10 വിവാഹമോചനമെങ്കിലും നടന്നാൽ ഞാൻ സന്തുഷ്ടനായി എന്ന് പറയുന്ന സംവിധായകന്മാരുടെ നാടാണ് നമ്മുടെ നാട്. എത്ര ചീപ്പാണെന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ സിനിമ കണ്ടിട്ട് 10 ഭർത്താക്കന്മാർ നന്നായാൽ അത് നന്നായിരുന്നു എന്ന് പറയുന്നതിന് പകരം എൻ്റെ സിനിമ കണ്ടിട്ട് 10 വിവാഹമോചനം നടന്നാൽ ഞാൻ കൃതാർത്ഥനായി എന്ന് പറയുന്ന പിശാചുക്കളെയാണ് സ്റ്റാറുകളായി കൊണ്ട് നടക്കുന്നത്. സിനിമ മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസവും കലാലയങ്ങളുമൊക്കെ പ്രതിക്കൂട്ടിലാണ്. സിനിമയിലെത്താൻ വേണ്ടി സ്വന്തത്തെ മറന്ന് തൻ്റെ ശരീരത്തെ തുറന്നിട്ട് പുരുഷന്മാരുടെ പവർ ഗ്രൂപ്പിന് വഴങ്ങാൻ എങ്ങനെയാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് സാധിച്ചത്? ആരാണ് ഈ പെൺകുട്ടികൾ? പുരുഷൻ്റെ അടിമത്വത്തെ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് പറയുന്ന പെൺകുട്ടികൾ. വിവാഹം പോലും പുരുഷൻ്റെ അടിമത്വത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്ന പെൺകുട്ടികൾ. ആരാണ് ഇവർക്കിത് പഠിപ്പിച്ചു കൊടുത്തത്? നമ്മുടെ കരിക്കുലവും നമ്മുടെ കോളേജുകളും ക്യാമ്പസുകളുമൊക്കെ ഒരു വലിയ പങ്ക് ഇതിൽ വഹിച്ചിട്ടുണ്ട്. തൻ്റെ ശരീരം ചോദിച്ച്, പകരം ചോദിച്ച് സിനിമയിൽ അവസരമൊരുക്കി തരുന്ന ഈ ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് പറഞ്ഞേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നൊരു സൂപ്പർ സ്റ്റാർ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രിയെ നിങ്ങൾ നശിപ്പിച്ചു കളയരുതെന്ന്. ഈ ഇൻഡസ്ട്രിക്കാരോട് നോ പറയാൻ ധൈര്യമില്ലാത്ത, ആത്മഫലമില്ലാത്ത അടിമകളാക്കി നമ്മുടെ പെൺകുട്ടികളെ മാറ്റിയില്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. നാം മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ എന്ന നിലക്ക് 3 ധർമ്മങ്ങൾ നാം നിർവഹിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിത് തമാശ പറയുകയല്ല.
ഈ ധർമ്മം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാം വലിയ അബദ്ധത്തിലേക്ക് പോകും. അതിലൊന്നാമത്തേത്, നമുക്ക് ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്ന സിനിമാ ലോകം നിരുപദ്രവകരവും സാമൂഹിക പരിഷ്കരണത്തിന് സഹായകവുമായ ഒരു കലയല്ല എന്നും, മറിച്ച് ലൈംഗിക അരാജകത്വത്തിൻ്റെ ഇരുട്ടുമുറികളാണ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സിനിമാ ലോകം വളരുകയാണ്. ആ വളരുന്നത് കലയുടെ പേരിലാണ്, അല്ലേ? എല്ലാവരും പറയാം അങ്ങനെയാണ്. അവരെ കലാകാരന്മാരെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. കലാകാരന്മാരൊന്നാണ്. ഇന്നൊരു സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിൻ്റെ പ്രസ് കോൺഫറൻസിൽ ചോദിച്ചത്, പത്രക്കാരോട് ചോദിക്കണം, എന്താ നിങ്ങളൊക്കെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളൊക്കെ അന്യരായത്? ഇന്നലെ വരെ, ബാക്കി നമ്മൾ പറയേണ്ടതല്ല, നമ്മളറിയണം, തിരിച്ചറിയണം. ഇത് കലയല്ല, ഇതിലൊരു ഉപകാരവുമില്ല, ഇതുകൊണ്ടൊരു പരിഷ്കരണവും ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? ഇല്ലാന്ന് ഇത് നമ്മൾ തിരിച്ചറിയണം. മുസ്ലിം ഉമ്മത്ത് ചെയ്യേണ്ട ഒന്നാമതായി അതാണ്. ഇതിൻ്റെ ആളുകളായി നടക്കല്ല. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത്, സിനിമയോട് മുൻ തലമുറ പുലർത്തിയ ഒരകലമുണ്ടായിരുന്നു. ഒരകലം നമുക്കറിയാം, നമ്മുടെയൊക്കെ പൂർവികർ പുലർത്തിയ ഒരകലം. ആ അകലം ലിബറലുകളുടെ പ്രിയം നേടിയെടുക്കാൻ വേണ്ടി നാം തള്ളി, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ മോശക്കാരാവും. ആ സിനിമക്കാരനെ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ, അതിനെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ, നിരൂപണം നടത്തിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പേരിൽ പുറത്തു വരുന്ന പത്രത്താളുകളിൽ പോലും ഇതിൻ്റെ നിരൂപണ ഏതിൻ്റെ? നിങ്ങൾ ആലോചിക്കൂ, ഇന്ന് മാത്രം വൃത്തികേടിലേക്കാണ് നമ്മൾ. ഇതിൻ്റെ നിരൂപണം സക്കാത്തിൻ്റെ പണം കൊണ്ട് തുടങ്ങിയ പത്രങ്ങൾ ഇതിൻ്റെ ഈ പറയുന്ന ഈ ഞരമ്പ് രോഗികളുടെ വലിയ ആൾക്കൂട്ടം സംഘടിപ്പിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുസ്ലിം ഉമ്മത്തെന്ന നിലക്ക് നമ്മുടെ പൂർവികർക്കൊരകലമുണ്ടായിരുന്നു സിനിമയുടെയും ഉമ്മത്തിൻ്റെയും ഇടയിൽ. അത് നമുക്കറിയാലോ. ശരിക്കും നമ്മൾ ആലോചിച്ചാൽ അറിയും. നമുക്കത് നിഷിദ്ധമാണെന്നാണ് പറഞ്ഞിരുന്നത്, ഹറാമാണെന്നാണ് പറഞ്ഞിരുന്നത്, കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ആ അകലം വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ അകലം വീണ്ടെടുത്തില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പരിശുദ്ധി, ജീവിതത്തിൻ്റെ പരിശുദ്ധി തകർന്നു പോകും. അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം. ഇവരെ ബഹുമാനിക്കുന്നതിലേക്കല്ല പോകേണ്ടത്, ഇവരെ ആരാധനാപാത്രങ്ങളായി കാണുന്നവരിലേക്കല്ല നമ്മൾ പോകേണ്ടത്. നമ്മുടെ പൂർവികർ ഉണ്ടാക്കിയ ഒരു അകലമുണ്ട്, ആ അകലം നഷ്ടപ്പെട്ടു പോയി. മുസ്ലിങ്ങളുടെ വലിയ സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ ഈ ആളുകൾ വേണം. ആരാ ഇവര്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സമൂഹത്തിലെ ഉന്നതന്മാരെ ആളുകളുടെ വിവാഹ ചടങ്ങ് സമ്പന്നമാകണമെങ്കിൽ ഇവർ വേണം. എന്തുമാത്രം ക്രെഡിബിലിറ്റിയാണ് ഈ ആളുകൾ നേടിയെടുത്തെന്ന് നോക്കൂ. പയ്യെ നേടിയതാണ്, ഗ്രാജ്വലിയാണ് ഇതിലേക്ക് എത്തിയത്. ഇത് മാറേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട സഹോദരങ്ങളെ, സ്ത്രീ പുരുഷ അകലത്തെക്കുറിച്ച് ഖുർആനും ഹദീസും നൽകിയ പാഠങ്ങളുണ്ട്. ഇസ്ലാമിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് സ്ത്രീയും പുരുഷനും തമ്മിലുണ്ടാകേണ്ട അകലം എത്രയാണ് എന്ന് അത് കൃത്യമായി പഠിക്കണം, അത് പഠിപ്പിക്കണം, അത് പ്രയോഗിക്കണം. ഇതാണ് വേണ്ടത്. ഈ 3 കാര്യങ്ങൾ ചെയ്തെങ്കിലേ നമ്മൾ രക്ഷപ്പെടൂ. ഇത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണിത്. ഏറ്റവും നല്ല അവസരമാണ് ഇത്. നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. ഇസ്ലാം സ്ത്രീകൾക്ക് വളരെ കൃത്യമായ നിയമവ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ സ്ത്രീയുടെ അന്തസ്സിന് വേണ്ടിയുള്ളതാണ്, അവരുടെ ലൈംഗികമായ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, അവരുടെ അഭിമാനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്.
വലിയ വലിയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ തന്നെയും എല്ലാത്തരം മ്ലേച്ഛകളിൽ നിന്നും സുരക്ഷ നൽകപ്പെടാൻ വേണ്ടി മാത്രമുള്ളതാണ്. നമ്മളത് പരിശോധിക്കണം, മനസ്സിലാക്കണം, പഠിക്കണം. ഒന്നാമതായി ഇസ്ലാം കൊണ്ടുവന്ന നിയമം ഹിജാബ് എന്നതാണ്. ഹിജാബ് എന്നത് ഒരു വസ്ത്രത്തിൻ്റെ പേരല്ല. ഹിജാബ് എന്ന് പറയുന്നത് വസ്ത്രം കൂടി ഉൾപ്പെടുന്ന ഒരു സംസ്കാരത്തിൻ്റെ പേരാണ്. ഹിജാബ് കൊണ്ട് സാക്ഷാത്കരിക്കപ്പെടേണ്ടത് സ്ത്രീയുടെയും അതുപോലെ പുരുഷൻ്റെയും സദാചാര വിശുദ്ധിയാണ്. ഹിജാബ് നിരാകരിച്ചാൽ രണ്ടുപേരും അശുദ്ധരാകും. അതല്ലേ ശരി? ഒരാളല്ല, രണ്ടുപേരും. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്ത്രീ തൻ്റെ ശരീരത്തിൻ്റെ അലങ്കാരങ്ങൾ പരപുരുഷന്മാരിൽ നിന്ന് മറച്ചു കൊള്ളണം. ഇത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് വരുന്ന ആദ്യത്തെ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. യാ അയ്യുഹൻ നബി ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. അല്ലയോ പ്രവാചകരെ, താങ്കൾ താങ്കളുടെ ഇണകളോടും പുത്രിമാരോടും മുഴുവൻ വിശ്വാസികളായ സ്ത്രീകളോടും പറയണം, യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടണം. ذَلِكَ أَدْنَىٰ أَن يُعْرَفْنَ فَلَا يُؤْذَيْنَ. അവർ തിരിച്ചറിയപ്പെടാനും അങ്ങനെ മുസ്ലിമാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമാണിത്. മാറിടത്തിലൂടെ താഴ്ത്തിയിടേണ്ട വസ്ത്രം, ആ വസ്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ സംസ്കാരം ഹിജാബിൻ്റെ സംസ്കാരമായി പഠിപ്പിച്ചത് അതാണ്. രണ്ടാമത് പറഞ്ഞത്, ഹിജാബിൻ്റെ ഭാഗമായി പറഞ്ഞത് ദൃഷ്ടികളെ നിയന്ത്രിക്കാനാണ്. ദൃഷ്ടികളെ നിയന്ത്രിക്കാൻ പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഹിജാബ് എന്നത് സ്ത്രീക്ക് മാത്രമുള്ള സംസ്കാരമല്ല, സ്ത്രീക്കും പുരുഷനുമുള്ള സംസ്കാരത്തിൻ്റെ പേരാണ് ഹിജാബ്. അതുകൊണ്ട് ദൃഷ്ടികളെ നിയന്ത്രിക്കാൻ പറഞ്ഞത് പെണ്ണിനോടും ആണിനോടുമാണ്. ആദ്യം പറഞ്ഞത് ആണിനോടാണ്. അതാണ് അത്ഭുതകരം. സൂറത്ത് നൂർ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ 30-ാമത്തെ വചനം, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. ഖുല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ്. നബിയെ, പുരുഷന്മാരായ വിശ്വാസികളോട് പറയണം, യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണം. വയഹ്ഫളൂ ഫുറൂജഹും, അങ്ങനെ അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കണം. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും സംസ്കൃതമായിട്ടുള്ളത്. ആലോചിക്കണം. അത് കഴിഞ്ഞിട്ടേ പറഞ്ഞിട്ടുള്ളൂ പെണ്ണിനോട്. അടുത്ത വാചകം പെണ്ണിനോടാ, വഖുല്ലിൽ മുഅ്മിനാത്ത്. നോക്കൂ ആ വാചകം, മുഅ്മിനീ എന്ന് പറഞ്ഞു കൊടുത്ത് മുഅ്മിനാത്തായി. യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുൻ. ആദ്യം പറഞ്ഞതിൻ്റെ നേരെ അത് സെയിം വാചകം. പെണ്ണുങ്ങളും ദൃഷ്ടികൾ താഴ്ത്തണം, അതിലൂടെ അവരുടെ ലൈംഗിക തൃഷ്ണയെ അവർ കാത്തു സൂക്ഷിക്കണം. എത്ര മനോഹരമാണെന്ന് നോക്കൂ. അവിടെയും തീർന്നില്ല. എന്നിട്ട് പറഞ്ഞു, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. പ്രത്യക്ഷമായതല്ലാത്ത ഒരു സൗന്ദര്യവും സ്ത്രീ ഒരിക്കലും പ്രകടിപ്പിക്കരുത്. പ്രത്യക്ഷമായത്, ഒരു സ്ത്രീ വസ്ത്രം ധരിച്ചാൽ പോലും അതിനൊരു സൗന്ദര്യമുണ്ട്. അതാണ് ഇല്ലാ മാ ളഹറ മിൻഹാ എന്ന് പറഞ്ഞു. അല്ലാതെ വസ്ത്രം അഴിച്ചിട്ടത് എന്നല്ല. ഇല്ലാ മാ ളഹറ മിൻഹാ വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ. നോക്കൂ, അവരുടെ ഖുമുർ അഥവാ മക്കനകൾ അവർ മാറിടത്തൂടെ താഴ്ത്തിയിടട്ടെ. എത്ര മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കൂ. വളരെ കൃത്യമായ സംസ്കാരം, വളരെ കൃത്യമായ സംസ്കാരം. നമ്മുടെ പുറത്തു വന്ന പ്രസ്തുത റിപ്പോർട്ടിലെ ഒരുപാട് ആളുകൾ കൂടിച്ചേർന്നുണ്ടാക്കിയ റിപ്പോർട്ടാണ്. അതിൽ എനിക്ക് പേര് പറയണ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് വിക്കി കളിക്കുന്നത്. അതിൽ ഈ സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു നടിയുണ്ട് ആ കമ്മിറ്റിയിൽ. അവർ ഇപ്പോഴത്തെ നടിമാരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഡ്രസ്സാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. എത്ര കൃത്യമെന്നോ പറഞ്ഞ്.
എന്നിട്ട് പറഞ്ഞു വലാ യുബ്ദീന സീനത്തഹുന്ന, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ പ്രകടിപ്പിക്കരുത്. കുറച്ച് ആൾക്കാരെ എണ്ണി പറഞ്ഞു, അവരുടെ മുമ്പിലേ പ്രകടിപ്പിച്ചുവിടൂ. അതാണ് ആ വരി മുഴുവൻ. ഇല്ലാലി ബഉലത്തിഹിന്ന, ഭർത്താക്കന്മാരുടെ പിതാക്കൾ, ഇങ്ങനെ പറഞ്ഞു പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കറിയാം ആരൊക്കെയാണത്. ഇവരുടെ മുമ്പിലല്ലാതെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത്. വല്ലാത്തൊരു സംസ്കാരമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ചുരുക്കത്തിൽ ഇതാണ് ഇസ്ലാമികമായ ഹിജാബ് വ്യവസ്ഥ. ഞാൻ പറഞ്ഞു, ഇത് ഡ്രസ്സിൽ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഇസ്ലാമിൻ്റെ ഹിജാബ് വ്യവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, സ്ത്രീകൾ അവരുടെ സൗന്ദര്യ പ്രദർശനം ഒഴിവാക്കണം. സൗന്ദര്യം ലോകരുടെ മുമ്പിൽ സമർപ്പിക്കാനുള്ളതല്ല, പ്രദർശിപ്പിക്കാനുള്ളതല്ല. 2, അതിൻ്റെ ഭാഗമായി മാറുമറക്കണം. 3, പുരുഷ ശ്രദ്ധ വരാവുന്ന വിധത്തിലുള്ള ആഭരണങ്ങളോ നടത്തങ്ങളോ സംസ്കാരങ്ങളോ ഉണ്ടാകരുത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന 1ാമത്തെ കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പുതിയ റിപ്പോർട്ട് മുമ്പിൽ വെച്ചുകൊണ്ട്, അതല്ല ഈ റിപ്പോർട്ടിലുള്ളത്. സെയിം വേർഡുകൾ മാത്രമേ വ്യത്യാസം. 2ാമതായി ഇസ്ലാം പഠിപ്പിക്കുന്ന സംസ്കാരം ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത് എന്ന്. സ്ത്രീയോട് പറഞ്ഞു, ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുത്. അതിമനോഹരമാണ് ആ സിദ്ധാന്തം. നമുക്കറിയാം, വിശദീകരിക്കണ്ടെങ്കിൽ. അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു, വഖർന ഫീ ബുയൂതികുൻ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. വഖർന ഫീ ബുയൂതികുൻ, നമ്മുടെ സഹോദരിമാരോടാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയണം. ബൈത്ത് എന്നതിന് ഒരുപാട് വിവക്ഷയുണ്ട്. 4 ചുമരുള്ള, മുകളിൽ ഓടിട്ട അല്ലെങ്കിൽ ടെറസിട്ട ഒരു സാധനമല്ല ബൈത്ത്. യഥാർത്ഥത്തിൽ അതല്ല ബൈത്ത്. മറിച്ച് സഹോദരങ്ങളെ, നമുക്കൊരു സംസ്കാരമുണ്ട്. നമ്മുടെ കുടുംബത്തിന്, മുസ്ലിം ഉമ്മത്തിനുണ്ടാകേണ്ട ഒരു വ്യതിരിക്തതയുണ്ട്. ആ വ്യതിരിക്തതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കാൻ ശ്രമിക്കരുത്. നമുക്കുണ്ടായിരുന്നു പണ്ട്, മുസ്ലിമാണെന്ന് പറയുമ്പോൾ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. വഖർന ഫീ ബുയൂതികുൻ എന്നിട്ട് പറഞ്ഞത് അടുത്ത വാചകത്തിൽ നമുക്ക് മനസ്സിലാകും അത് കേവലം വീടല്ല എന്ന്. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, പഴയ ജാഹിലിയ കാലത്തെ സൗന്ദര്യ പ്രകടനം പോലെയുള്ള സൗന്ദര്യ പ്രകടനം നിങ്ങൾ നടത്തരുത്. തബറുജ് അതാണ്, ചെയ്തു പോകരുത് എന്ന് പറഞ്ഞു. അഥവാ ആവശ്യത്തിനെ പുറത്തിറങ്ങാവൂ. ഈ സൗന്ദര്യ പ്രദർശനത്തിൻ്റെ ആളുകൾ നമുക്കറിയാം, ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും ഒക്കെ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഈ ഒരു സംസ്കാരം നമുക്ക് പാടില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നൽ മർഅത ഔറത്തുൻ ഫഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്താൻ. സ്ത്രീ എന്ന് പറയുന്നത് ഔറത്താണ്. ഔറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ എന്താണെന്നുള്ളത്. ഔറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് മറച്ചു വെക്കേണ്ടതാണ്. ഇങ്ങനെ തുറന്നിടണ്ടല്ല. നമ്മളാരെങ്കിലും ഔറത്ത് തുറന്നിടുമോ? ഔറത്ത് തുറന്നിട്ടാൽ എന്താ പറയുക? അയ്യേ ഭ്രാന്താന്ന് പറയില്ലേ. എന്നിട്ട് റസൂലുള്ളാഹി ഒന്നുകൂടി പറഞ്ഞു, ഫഇദാ ഖറജത്, അനാവശ്യമായി അവൾ ഇറങ്ങി നടന്നാൽ ഇസ്തശ്റഫഹ ശൈത്താൻ, ശൈത്താൻ അവൾക്കെല്ലാം അലങ്കൃതമാക്കി കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ല ആ റിപ്പോർട്ട് വായിക്കാൻ കഴിയില്ല. അത് നമുക്ക് വായിച്ചാൽ ഭയങ്കര അത്ഭുതം തോന്നും. ഭയങ്കര അത്ഭുതം. ആരാണ്, നിങ്ങൾക്കറിയാം ആരാണ് ഈ സൈറ്റിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണത്? പെൺകുട്ടികളെ മാതാപിതാക്കളാണ്. മാതാപിതാക്കളെ കൊണ്ടുപോകണം. എൻ്റെ അമ്മ കാവൽ നിന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞവരെ നമ്മൾ കണ്ടല്ലോ. നമ്മൾ ശ്രദ്ധിക്കണം. ഭയങ്കര ഗൗരവമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇസ്ലാം പഠിപ്പിച്ച പ്രായോഗികമായ 2ാമത്തെ കാര്യം അതാണ്. 3ാമത്തേത് ഇസ്ലാം പറഞ്ഞു, അനുനയ സ്വരത്തിൽ സംസാരിക്കരുത്. സ്ത്രീയോട് പ്രത്യേകം പറഞ്ഞു.
ആവശ്യത്തിന് സംസാരിക്കാം, അത് ആവശ്യമുള്ള ഭാഷയിൽ സംസാരിക്കാം. അള്ളാഹുവിൻ്റെ വാചകം ഫലാ തഖ്ദഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങൾ പരപുരുഷന്മാരോട് അനുനയ സ്വരത്തിൽ സംസാരിക്കരുത്. സംസാരിക്കുമ്പോൾ അതാണ് ഒരാകർഷണീയത തോന്നുന്ന രീതിയിലുള്ള സംസാരം, അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? എന്തുകൊണ്ടാണ് പാടില്ല? ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, അതാണ് പ്രശ്നം. അങ്ങനെ നിങ്ങൾ സംസാരിച്ചാൽ ഹൃദയത്തിൽ രോഗമുള്ളവന് മോഹം തോന്നും. സൃഷ്ടിച്ച സിട്ടാവ് പറയാ, അങ്ങനെയാണ് സിട്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, മോഹം തോന്നും. സംസാരങ്ങളിൽ നിന്നാണ് മോഹം ഉണ്ടാകുന്നത്. മറിച്ച് വഖുൽന ഖൗലൻ മഅറൂഫ, ആവശ്യമുള്ളത് പറഞ്ഞോളീ. വഖുൽന, പെണ്ണുങ്ങളോടാ പറഞ്ഞു, നിങ്ങൾ ആവശ്യമുള്ള നല്ല വാക്കുകൾ പറഞ്ഞു. ഗൗരവമുള്ളതാണ് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. എവിടുന്നാണിത് വന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലേ? സംസാരങ്ങളും ഡയലോഗുകളുമാണ് ഈ സാധനം, സിനിമ എന്ന് പറയുന്നത് തന്നെ. നാലാമതായി ഇസ്ലാം പറഞ്ഞത് പരപുരുഷന്മാരോടൊപ്പം ഒഴിഞ്ഞിരിക്കരുത് എന്ന വളരെ കണിശമായ നിയമമാണ്. എങ്ങനെ ഇവർക്ക് കരയാൻ അനുവാദം ഉണ്ടായത്? അവകാശമുള്ളത് എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. വളരെ പ്രഗത്ഭനായ ഒരു വക്കീൽ ചോദിക്കുന്നുണ്ടത്. എല്ലാ കേസും തോറ്റുപോകും. കാരണം വെച്ചാൽ ഇവരൊക്കെ ഇങ്ങോട്ട് വന്നതാ, അങ്ങോട്ട് ചെന്നതല്ല, ഇങ്ങോട്ട് വന്നതാ. ഇവരുമായി ഇടപഴകാൻ, ഇവരുടെ കൂടെ ഇരിക്കാൻ, ഇവരുമായി സംസാരിക്കാൻ കൂടെ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റം. കണിശമാണ് റസൂലുള്ളാഹിന്റെ വാക്ക്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരു പുരുഷനും ഒരു പെണ്ണുമായി ഒറ്റക്കാകാൻ പാടില്ല, ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. പുരുഷന്മാരോടുകൂടി കേട്ടോ. അദ്ദേഹം പറഞ്ഞ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്തുണ്ട്. അത് ഹിജാബ് എന്ന് പറഞ്ഞാൽ സ്ത്രീക്ക് മാത്രം ഉള്ളതല്ല, പുരുഷനും കൂടി ഉണ്ട്. ഇല്ലാ വമഅഹാ ദൂ മഹ്റം, ദൂ മഹ്റം അഥവാ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരു വ്യക്തി കൂടെ ഇല്ലാതെ ഒരന്യ പുരുഷൻ്റെ കൂടെ ഒഴിഞ്ഞിരിക്കാൻ പാടില്ല, ഒറ്റക്കാക്കാൻ പാടില്ല. ഒറ്റക്കായാൽ എന്താ പ്രശ്നമാണത്? അവിടുന്ന് തുടങ്ങി, അതുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞു. അഞ്ചാമതായി പറഞ്ഞത് മഹ്റമിനോടൊപ്പമല്ലാതെ യാത്ര പാടില്ല. നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ പരപുരുഷന്മാരുടെ കൂടെ ഒഴിഞ്ഞിരിക്കരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും കടുപ്പമുള്ള ഒരു നിയമമാണ് മഹ്റമിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല. അല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല. ഒന്നിനും യാത്ര ചെയ്യാൻ പാടില്ല. വിസ്ലാസിനെ പഠിപ്പിച്ച് നോക്കൂ, ലാ തുസാഫിറിൽ മർഅ ഇല്ലാ മഅ ദീ മഹ്റം. മഹ്റമിൻ്റെ കൂടെ അല്ലാതെ ഒരു പെണ്ണ് യാത്ര പോകരുത്. കണിശമാണ് നിയമം. പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. എന്തുകൊണ്ടാന്ന് വിശദീകരിക്കണ്ടല്ലോ. ഇനിയിപ്പോൾ വിശദീകരണമൊന്നും വല്ലാതെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. കാരണം വിശദീകരണമൊക്കെ അപ്പുറത്ത് തന്നെ വരുന്നുണ്ട്. ലാ തുസാഫിറിൽ മർഅ ഇല്ലാ മഅ ദീ മഹ്റം വലാ യുദ്ഖൽ അലൈഹാ ഇല്ലാ വമഅഹാ മഹ്റം. പുരുഷനോട് പറയാ, ലാ യുദ്ഖൽ അലൈഹാ, അവളുടെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്, കടന്നു പോകരുത്. ഇല്ലാ വമഅഹാ മഹ്റം, അവളുടെ കൂടെ മഹ്റം ഇല്ലാതെ കടന്നു ചെല്ലരുത്. മഹ്റമില്ലെങ്കിൽ പോണ്ട, എന്താ നിങ്ങൾക്ക് ആവശ്യം? പോണ്ട. ഇനിയുള്ള ആ സംഭവം കേട്ടോ. ഫഖാല റജുലുൻ, റസൂലുള്ളാഹി ആളുകളോട് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി ഉരീദു അൻ അഖ്റുജ ഫി ജയ്ഷി കദാ വകദാ. റസൂലേ, ഇന്ന യുദ്ധത്തിന് പോകാൻ വേണ്ടി ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിഹാദിന് പോകാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ ഇന്ന സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോവുകയാണ് സൈന്യത്തിൻ്റെ കൂടെ. വംറഅതി തുരീദുൽ ഹജ്ജ്, എൻ്റെ ഭാര്യക്കാണെങ്കിൽ ഇക്കൊല്ല ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്ത് ചെയ്യും? നമ്മളെന്താ മറുപടി പറയാം?
മെഹ്റമില്ലാത്ത 3 ഫ്ലൈറ്റ് ഉണ്ട് നമ്മളെ നാട്ടിൽ നിന്ന്. മെഹ്റം വേണ്ട ഹജ്ജിന് പോകാൻ. അതെ. എന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടമായി എണ്ണിപ്പറഞ്ഞതിൽ ഒന്നതാ. റസൂലുള്ളാഹിന്റെ വാക്കെന്താ? ഫഖാൽ, നബി പറഞ്ഞത് ഉഖ്റുജ് മഅഹാ, നീ ഇതിന് കണ്ട, ഉഖ്റുജ് മഅഹാ, നീ അവളുടെ കൂടെ പോകണം. എത്ര കണിശാന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എന്തൊക്കെ ന്യായ നിരത്തുന്നത് നോക്കി. പാടില്ല എന്ന് പറഞ്ഞത് എന്തൊക്കെ വിപത്താ അത് ഉണ്ടാക്കി തീർത്ത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിറച്ചതാ ഹജ്ജിനും ഉംറക്കും പോയിട്ടുണ്ടായ വിപത്തുകൾ. എന്തിനാണ് ഹജ്ജിനും ഉംറക്കും പോയത്? അതിൻ്റെ പേരിൽ വിപത്ത്. എന്താ കാര്യം? നമ്മുടെ സംസ്കാരത്തെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് ഫത്വ കൊടുത്തു മുസ്ലിയാക്കന്മാർ. എന്താ ഫത്വ? നിർബന്ധ ഹജ്ജിന് പോകാം. നിർബന്ധമായ ഹജ്ജിന് മഹ്റമില്ലെങ്കിലും പോകാം, നിർബന്ധമായ ഉംറക്ക് മഹ്റമില്ലെങ്കിലും പോകാം. എന്നിട്ട് ഉംറക്ക് പോയിട്ട് അവിടുന്ന് രണ്ടാമത്തെ ഉംറക്ക് പോകാൻ പാടില്ല. എന്താ? അത് നിർബന്ധമായ ഉംറയല്ല, സുന്നത്തായ ഉംറയാണത്ര. ആരാ പഠിപ്പിച്ചത്? ഒരു സ്ത്രീക്ക് ഹജ്ജോ ഉംറയോ നിർബന്ധമാണെങ്കിൽ തന്നെ എന്ത് വേണം? മഹ്റം വേണം. പിന്നെ പറയാ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭയങ്കര പ്രയാസമാണ്. അതാണ്, നോക്കൂ, ഹജ്ജിനും ഉംറക്കും കൂടി പോകാൻ പാടില്ല, പിന്നല്ലേ വേറെ യാത്ര? പാടില്ല. വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ഒരു വ്യക്തി ഒപ്പമില്ലാതെ യാത്രയില്ല. അത് പ്രത്യേകിച്ചും മനസ്സിലാക്കണം. ഒരു രാത്രി ഉള്ള യാത്ര, ഒരു രാവും ഒരു പകലുമുള്ള യാത്ര ഒരിക്കലും പാടില്ല. അത് എന്തുകൊണ്ടാന്ന് ഇനിയിപ്പോൾ വിശദീകരിക്കണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞു, ഇപ്പം വിശദീകരണം ആവശ്യമില്ല, വളരെ ക്ലിയറാണ്. ഞാൻ ആരും ഇങ്ങോട്ട് ചോദിക്കൂല, അതാണ് വലിയ സുഖം. എന്താ അങ്ങനെ ചോദിക്കൂല, അവിടെ എത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, നോക്കൂ, ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ വിശദീകരിക്കേണ്ടത്. പുരുഷന്മാരുമായി കൂടിക്കലരരുത് എന്ന് പറഞ്ഞു. ഇപ്പം എന്തിൻ്റെ പേരിലൊക്കെ കൂടിക്കലരുത് എന്ന് പറഞ്ഞു. കൂടിക്കലരരുത്. എന്നിട്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പള്ളിയിൽ സ്ത്രീക്ക് പോകാൻ അനുവാദം കൊടുത്തു. അനുവാദമാണ്, നിർബന്ധമല്ല. അനുവാദം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വഖൈറു സുഫൂഫുൻ നിസാഇ ആഖിറുഹാ വശർറുഹാ അവ്വലുഹാ. സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഉത്തമമായ സഫ് ഏറ്റവും പിന്നിലുള്ളതാണ്. ഏറ്റവും മോശമായ സഫ് ഏറ്റവും മുമ്പിലുള്ളതാണ്. മുമ്പിലെ സഫിൽ സ്ത്രീ വരരുത്, പിന്നിൽ നിന്ന് തുടങ്ങുന്നുണ്ട് സ്ത്രീകളുടെ സഫ്, മുമ്പെന്നല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിസ്കാരത്തിന് പോലും എന്ത് പാടില്ല? കൂടിക്കലരാൻ പാടില്ല. പിന്നല്ലേ ബാക്കിയുള്ള? ഇപ്പം എല്ലാത്തിനും കൂടിക്കലറില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ലിബറലിസത്തിന് മറുപടി പറയാൻ നാക്ക് നീളല്ലാത്തത് കൊണ്ട് മുസ്ലിം സംഘടനകൾ പോലും സ്ത്രീകളെ അവരുടെ സ്റ്റേജിലൊക്കെ കയറ്റാൻ തുടങ്ങിയില്ലേ? ആണും പെണ്ണും ഒന്നിച്ച് സ്റ്റേജിൽ. അല്ലെങ്കിൽ മോശമല്ലേ? നമ്മൾ അപരിഷ്കൃതരായി പോകും. അങ്ങനെ പോയി. ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ളത്. പിന്നീട് പറഞ്ഞു, പുറത്തിറങ്ങുമ്പോൾ സുഗന്ധം ഉപയോഗിക്കരുത്. ചോദിക്കണ്ടല്ലോ എന്തിനാന്നുള്ളത്. സുഗന്ധം എന്നുള്ളത് അന്നത്തെ ഒരു വാചകമാണ് കേട്ടോ. സുഗന്ധമല്ല, ഒരു തരത്തിലുള്ള കോസ്മെറ്റിക്സും എല്ലാ കോസ്മെറ്റിക്സുകളുമാണ് അന്നത്തെ തീബ് എന്ന് പറഞ്ഞു. ഇന്ന് സുഗന്ധത്തെക്കാൾ വലിയ കോസ്മെറ്റിക്സുകളുണ്ടല്ലോ, കണ്ടാൽ നോക്കിപ്പോകുന്ന, അല്ലേ? സൈനബ് റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഭാര്യയാണ് സൈനബ്. അവർ പറയുകയാണ്, വഅൻ സൗജിഹ, അവരുടെ ഭർത്താവിൽ നിന്നും, ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഇദാ ഷഹിദത് ഇഹ്ദാകുന്നൽ മസ്ജിദ ഫലാ തമസ്സ തീബ, നിങ്ങളിൽ ഒരുത്തി പള്ളിയിൽ വരികയാണെങ്കിൽ അവൾ ഫലാ തമസ്സ, തൊട്ടുപോകരുത് എന്നവർ. തൊട്ടുപോകരുത്. തീബ് തൊട്ടുപോകരുത്, സുഗന്ധം തൊട്ടുപോകരുത്. ഗൗരവമാണ് വിഷയം. പറ്റൂല. എന്തുകൊണ്ടാണ്? ഇപ്പം ഇനി പറഞ്ഞല്ലോ എന്തുകൊണ്ട് എന്നുള്ളത് പറയേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സമാധാനം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അയ്യുമ ഇംറഅത്തിൻ ഇസ്തഅതറത് ഫമറത് അലാ ഖൗമിൻ ലിയജിദു മിൻ ദീഹിഹാ ഫഹിയ സാനിയ. ഭയങ്കര വാക്കാ. അയ്യുമ ഇംറഅത്തിൻ, ഒരു പെണ്ണ്, ഇസ്തഅതറത്, അവൾ ഈ കോസ്മെറ്റിക്സുകളൊക്കെ ഇട്ടു, എന്നിട്ട് ഫമറത്ത് അലാ ഖൗമിൻ, ഒരു സമൂഹത്തിലൂടെ ഇങ്ങനെ പോയി. എന്തിന്? ലിയജിദു മിൻ റീഹിഹാ, അവളുടെ ആ സുഗന്ധവും വർണ്ണവുമൊക്കെ എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ പോയാൽ ഫഹിയ സാനിയ. പേടിയല്ലേ കേൾക്കണത്? ഫഹിയ സാനിയ, അവൾ അഭിസാരികയാണ്, വ്യഭിചാരിണിയാണ്. ശ്രദ്ധിക്കേണ്ട ഖരോമൾ സംഗതി വളരെ കണിശമാണ്. അതാ രസം. ഇതൊക്കെ എന്താ വെച്ചാൽ റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് പറഞ്ഞതല്ല ഇത്. അള്ളാഹു തആലാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അള്ളാഹ്ക്കറിയാം എന്താ വിഷയം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, അന്യപുരുഷന്മാരുടെ ദൃഷ്ടി തന്നിലേക്ക് തിരിക്കാൻ ശ്രമിക്കരുത്. ഇപ്പം അതിൻ്റെ ഒരു കാലഘട്ടം. എന്നെ എല്ലാവരും നോക്കണം, എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, അല്ലേ? പാടില്ല, കണിശമാണ് പറയുന്നത്. നോക്കൂ, അല്ലാഹു തആല പറയാം, വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന ലിയഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. ഭയങ്കര പദമാണ്. വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന, അവർ കാലിട്ടടിക്കരുത്. കാലുമല്ലേ പല സാധനം ഇട്ടിട്ട് ഇങ്ങനെ ബഹളമൊക്കെ ഉണ്ടാക്കി, ഒച്ചുണ്ടാക്കി, അതിനെന്താ പറയാ? വലാ യദ്രിബ്ന ബിഅർജുലിഹിന്ന. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ലിയുഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന, തങ്ങൾ മറച്ചു വെക്കുന്ന തങ്ങളുടെ സീനത്ത്, ബ്യൂട്ടി, അലങ്കാരം, അതറിയപ്പെടാൻ വേണ്ടി. ആ സ്റ്റൈലൊക്കെ അല്ല, നടത്തത്തിൻ്റെ സ്റ്റൈലും രൂപവും ഒക്കെ വളരെ കണിശമായ നിർദ്ദേശമാണ്. നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെയാണ് ഇസ്ലാം മുമ്പോട്ട് വെച്ച സ്ത്രീ സുരക്ഷിതത്വത്തിൻ്റെ നിർദ്ദേശങ്ങൾ. ഇത് തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. വാചകങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്, ഘടനയ്ക്ക് വ്യത്യാസമുണ്ട്, ഇത്രയേ ഉള്ളൂ. അതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹിൻ്റെ സുന്നത്തിലും മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട് വന്ന ഇത്തരം ഒരുപാട് നിയമങ്ങളുണ്ട്. ഞാനതിൽ വളരെ പ്രധാനപ്പെട്ടത് മാത്രം എണ്ണിയതാണ്. ഞാൻ പറഞ്ഞു, ഇത് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനുമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്കുള്ള ഒരു രക്ഷാകവചമാണ്. അവളുടെ അന്തസ്സും അവളുടെ അഭിമാനവും കാത്തു സൂക്ഷിക്കാനുള്ളതാണ്. അവളെ സംസ്കാര സമ്പന്നയായി, ശുദ്ധിയുള്ളവരായി, സുരക്ഷിതത്വമുള്ളവരായി കൊണ്ടുപോകണം. അതാണ് ആവശ്യം. അശ്ലീലതകളിൽ നിന്ന് അവളെ സുരക്ഷിതമാക്കണം. അതിനു വേണ്ടിയാണിത്. അതാണ് ഇസ്ലാം മുമ്പോട്ട് വച്ചിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്നത്. ഈ സംസ്കാരമാണ് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ കല എന്ന് പറഞ്ഞ് നമ്മൾ തകർത്തെറിഞ്ഞിട്ടുള്ളത്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഇത് ചിന്തിക്കാനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇത്ര മനോഹരമായ ഒരു സംഗതി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. കൂടുതലൊന്നും സംസാരിക്കേണ്ടതില്ല, പറയേണ്ടതില്ല, ഒന്നുമില്ല. സ്ത്രീയുടെ അഭിമാനം, സ്ത്രീയുടെ പവിത്രത നശിപ്പിക്കുന്ന, അവളുടെ അഭിമാനം പിച്ചു ചീന്തുന്ന, അവളുടെ ഒക്കെ പോയില്ലേ, അവളുടെ അന്തസ്സ് തകർക്കുന്ന, നമ്മൾ ആലോചിച്ച് നോക്കും. അങ്ങനെ ആയില്ലേ? ഇവർക്കൊക്കെ ഇനി സമൂഹത്തിൻ്റെ മുമ്പിൽ മുഖം കാണിക്കാൻ കഴിയുമോ? അത്ര മോശമല്ലേ ചെയ്തതൊക്കെ? നിങ്ങൾ ആലോചിക്കൂ. ഇത്തരം അശ്ലീലതകളാണ് യഥാർത്ഥത്തിൽ ഈ കല എന്ന പേരിൽ ഈ ആളുകൾ കൊണ്ടു നടക്കുന്ന സംഗതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവർ സൂപ്പർ സ്റ്റാറുകളല്ല, വേറെ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഡാഷ് പൂരിപ്പിക്കണം. അത്ര മോശമായിരുന്നു, അത്ര മോശമാണ്. അതാണ് ഈ സംസ്കാരം. ഇതിൽ നിന്ന് നമുക്ക് സമൂഹത്തെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്, നാം രക്ഷപ്പെടേണ്ടതുണ്ട്. ഇതിൽ നിന്നാണ് എല്ലാം വന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഡ്രസ്സ് എവിടുന്ന് വന്നതാ? നമ്മളെ കുട്ടികളുടെ ഡ്രസ്സുകൾ എവിടുന്നാ വന്നത്? ഇതിൽ നിന്ന് വന്നതാ അല്ലേ? സംസാരത്തിൻ്റെ സ്റ്റൈൽ എവിടുന്നാ വന്നത്? ഇതിൽ നിന്നാണ്. ഫുഡ് എവിടുന്നാ വരുന്നത്? ഒക്കെ ഇതിൽ നിന്നാണ് വരുന്നത്. ഒക്കെ ഇതാ. ഇതിൻ്റെ ഉള്ളിലോ എത്രമാത്രം മോശമാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം എല്ലാവരും ഇങ്ങനെ മൂക്കുകുത്തുക,
മനസ്സിലേ? പണ്ടിത് കണ്ടപ്പം വരെ കണ്ടപ്പോൾ ഓടിച്ചെന്നിരുന്നവരൊക്കെ ഇപ്പം തിരിച്ചുകൂടുക. എന്തുമാത്രം മോശമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം മോശമാണ്. ഇത് ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. എൻ്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സഹോദരിമാർക്ക് മാത്രമുള്ളതല്ല. സഹോദരിമാർക്ക് മാത്രമുള്ളതല്ല, പുരുഷന്മാർക്കുമുള്ളതാണ്. ഈ ഇസ്ലാമിക ഹിജാബിൻ്റെ സവിശേഷത അതാണ്. എൻ്റെ പ്രത്യേകത അതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ജീവിതത്തിലൂടെയാണ് കാണിച്ചു തന്നത്, അതൊക്കെ പഠിപ്പിച്ചു തന്നത് അങ്ങനെയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കൂ, നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഒരുപാട് പ്രതികളുണ്ട്. ഒരുപാട് പ്രതികൾ. ഈ കാണുന്ന ബഹളത്തിൽ ഒരുപാട് പ്രതികളുണ്ട്. ഈ പ്രതികളെ കണ്ടെത്താനാണിപ്പോൾ പെറ്റീഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പെറ്റീഷൻ കൊടുക്കാൻ വന്നു. പരാതി കൊടുത്താൽ എന്താക്കും? നടപടി എടുക്കുന്നു. ആരാണ് ഇവിടുത്തെ പ്രതികൾ? നമ്മുടെ വീക്ഷണത്തിൽ ഒന്നാമത്തെ പ്രതി ഇവിടുത്തെ നടന്മാരും നടികളുമാണ്. ഒന്നാമത്തെ പ്രതി അവരാണ്. കാരണം ഈ സ്ത്രീയെ ഒരു ഉപഭോഗ വസ്തുവായി മാറ്റിയതാരാ? അവർ തന്നെയാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർ തന്നെയല്ലേ പോയി നിന്നു കൊടുത്തത്, ഇരുന്നു കൊടുത്തത്? അതാണ് ഒന്നാമത്തെ പ്രതികൾ അവരാണ്. ശരിക്കും അവരെ വിളിച്ച് വിചാരണ ചെയ്യണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന കൊലകൾ, ഇതൊന്നും മാത്രമൊന്നുമല്ല, കൊലകൾ, കവർച്ചകൾ, അല്ലേ? ഒക്കത്തിൻ്റെ പിന്നിൽ എന്താ? ഇന്ന സിനിമ കണ്ടിട്ടാണ് ഇന്ന കവർച്ച നടത്തിയത്. നിങ്ങൾ ഉള്ളിലില്ലേ ഇപ്പം? എത്ര കവർച്ചകൾ! എവിടെ പോയി മനുഷ്യന്മാരുടെ ബുദ്ധിയൊക്കെ എവിടെ പോയി ഇത് കേട്ടിട്ട്? കൊലകൾ മുഴുവൻ സിനിമകളാണ്. എൻ്റെ പിന്നിലുള്ളത് സിനിമകളിൽ നിന്ന് വന്നതാണ്. ഇതല്ലേ പഠിപ്പിക്കണേ? എന്ത് നന്മയാണ് ഈ സാധനം പഠിപ്പിക്കണത്? എന്ത് നന്മയാണ്? ഇവരെ വിചാരണ ചെയ്യണ്ടേ പരസ്യമായിട്ട്? നമ്മുടെ നിയമവ്യവസ്ഥ എന്തിനുള്ളതാണ്? ഇവിടെ നടക്കുന്ന കൊലകളുടെയും ബലാത്സംഗങ്ങളുടെയും കവർച്ചകളുടെയും ഇപ്പൊ ഏറ്റവും അവസാനതാ ഈ കുട്ടികളുടെയൊക്കെ ജീവിതം നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദികൾ ഇവരാ. ഒന്നാമത്തെ പ്രതി അവരാ. രണ്ടാമത്തെ പ്രതി ഇതിനിറങ്ങി പുറപ്പെടുന്ന കുട്ടികളാണ്, ആണായാലും പെണ്ണായാലും. അതിനനുവദിക്കുന്ന അവരുടെ മാതാപിതാക്കളാണ്. ഇനി കുറച്ച് ചിന്തിച്ചേ എല്ലാവരും ചെയ്യുള്ളൂ. കുറച്ചൊന്നാലും ആ പോപ്പുലാരിറ്റി വേണോ, ആ പണം വേണോ എന്ന് നിങ്ങളിപ്പോൾ കേൾക്കണില്ല. എങ്ങനെയായിരുന്നു ഇവർ പൈസ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവരും അവരുടെ മാതാപിതാക്കളും ഇതിൽ പ്രതികളാണ്. മനസ്സിലാക്കണം. മൂന്നാമത്തെ പ്രതികൾ സമൂഹമാണ്. ഈ ആളുകളെ അനാവശ്യമായി റെസ്പെക്റ്റ് ചെയ്ത് കൊണ്ടു നടക്കുന്ന സമൂഹം നമ്മൾ മനസ്സിലാക്കണം. പ്രതികളാരാന്ന് വളരെ കൃത്യമാണ്. ശിക്ഷ എന്താന്ന് പ്രഖ്യാപിച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ നിയമം പ്രതികൾ വളരെ ക്ലിയറാണ്. ആരാ പ്രതികൾ എന്നുള്ളത്. ശിക്ഷ എന്താണെന്ന് പറയേണ്ടതേ ഉള്ളൂ. നമ്മൾ പറയുന്നത് ഇവരെ ശിക്ഷിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഈ വചനങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം അള്ളാഹു പറയുന്നുണ്ട്, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. അതാണ് ഇവരോട് പറയേണ്ടത്. വതൂബു ഇലല്ലാഹി ജമീഅൻ. മനുഷ്യന് തെറ്റുകൾ പറ്റും, എല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ. എങ്കിലാണ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുക. അതാണ് ജീവിതം. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ സിനിമ എന്ന് പറയുന്ന ഈ സാധനത്തിൻ്റെ വെളിച്ചം ഒരു വെള്ളിത്തിരയാണല്ലോ. അഭിനയമാണ് എന്ന് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. ഇത് ഒറിജിനൽ ലൈഫാണെന്ന് വിചാരിച്ചാൽ നമ്മൾ നടക്കണത്. എന്നിട്ട് ആ വെളുപ്പും ആ ചൊറുക്കും തിരഞ്ഞ് നടക്കുക. എത്ര പ്രാവശ്യം പൊട്ടിച്ചിട്ടാണ് ആ ചൊറുക്കും ആ ഇതുണ്ടാക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, എന്ത് കഷ്ടപ്പെട്ടിട്ടാ. അത് തിരഞ്ഞാൽ നടക്കണം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ആദ്യത്തെ വാചകം അഭിമാനം തോന്നുന്ന നിമിഷമാണ്. ഇസ്ലാമിൻ്റെ സംസ്കാരത്തിന് പ്രസക്തി കൂടുന്ന നിമിഷമാണ്. ഇസ്ലാം പറഞ്ഞത് സ്ത്രീകളെയും പുരുഷനെയും തുല്യമായി കാണണമെന്നല്ല, മറിച്ച് സാമൂഹ്യ നീതിയാണ്. അതേ പറ്റൂ.
മറ്റത് അല്ലാന്നിപ്പം പിന്നെ പറഞ്ഞല്ലോ. സാമൂഹ്യ നീതി നടക്കുള്ളൂ. അതാണ് ഇസ്ലാം നടപ്പിലാക്കിയ സാമൂഹ്യ രീതിയുടെ രൂപം. അതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സംഭവം കൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിൽ യാത്രാസംഘത്തിലുള്ള ഒട്ടകത്തെ നയിക്കുന്ന അങ്ങനൊരു രീതിയാണ്. ഒരു സംഘം ഒന്നിച്ചു പോകും. മുമ്പിൽ ഒരാളാണ്, അത് നല്ല പ്രഗത്ഭനായ ഗൈഡായിരിക്കും. അഞ്ചഷ എന്നാണ് അന്ന് യാത്രാ സംഘത്തെ നയിക്കുന്ന ഗൈഡിൻ്റെ പേര്, അഞ്ചഷ. അഞ്ചഷക്ക് തോന്നി കുറച്ച് സ്പീഡിൽ വരണം ആളുകൾ. അപ്പോൾ അഞ്ചഷ എന്ത് ചെയ്തു വെച്ചാൽ ഭയങ്കര ശബ്ദമുണ്ടാക്കി. അഞ്ചഷൻ്റെ പ്രത്യേകത കാന ഹസനു സൗത്ത് എന്നാണ്. ഭയങ്കര നല്ല സൗണ്ടുള്ള ആളായിരുന്നു അഞ്ചഷ. അഞ്ചഷ ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ട് സ്പീഡിൽ പോകാൻ തുടങ്ങി. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചഷയോട് പറഞ്ഞു, റുവൈദക്കയ അഞ്ചഷ, റുവൈദക്, സ്ലോ സ്ലോ, സ്പീഡിൽ പോകല്ലേ, സ്പീഡിൽ പോകല്ലേ. ഇനി അടുത്ത വാചകം കേട്ടോ. സ്പീഡിൽ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം, ലാ തക്സിരിൽ ഖവാരീർ, ലാ തക്സിർ അൽ ഖവാരീർ, സ്ഫടികപാത്രങ്ങൾ പൊട്ടിപ്പോകും, പൊട്ടിക്കരുത്. ഇതാണ് ഇസ്ലാം. എത്ര സോഫ്റ്റായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖവാരീർ എന്ന് പറഞ്ഞാൽ ആരാ? സ്ത്രീകളാണ്. മറ്റൊരിക്കൽ റിഫ്ഖൻ ബിൽ ഖവാരീർ പറഞ്ഞു. ഖവാരീർ എത്ര മനോഹരമായാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതിൻ്റെ ആ ഒരു രീതി. അതാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ സ്ത്രീയുടെ സൗന്ദര്യം അല്ലെങ്കിൽ സ്ത്രീ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഈ രീതിയിൽ അനുഭവിക്കാനുള്ള ഒരു ഉപഭോഗ വസ്തുവല്ല. ഇസ്ലാമിൻ്റെ ഭാഷ വളരെ കൃത്യമാണ്. അദ്ദുനിയാ മതാ, അദ്ദുനിയാ മതാ. ദുനിയാവിൽ ഒരുപാട് മതാഴുകളുണ്ട്. മതാഴുകൾ എന്ന് പറഞ്ഞാൽ ഇതല്ലട്ടോ. മത്താ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മത്താ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം നൈമിഷിക സുഖത്തിന് വേണ്ടി ഒരു രാത്രി ഉപയോഗിച്ചതിൻ്റെ പേരല്ല മത്താ. ജീവിതകാലം ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് എന്ത്? മത്താ. അദ്ദുനിയാ മത്താ വഖൈറു മതാഇ ദുനിയാ അൽ മർഅത്തു സ്സാലിഹ. ഇനി നിങ്ങൾ ആ മത്തായി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആശയം എന്ന് പറഞ്ഞു നോക്കൂ. ഖൈറു മതാഇ ദുനിയാ, ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ജീവിതകാലം മുഴുവൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട വിഭവം ഏതാണെന്നോ? അൽ മർഅത്തു സ്സാലിഹ. അതാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ. അതാണ് ഇസ്ലാമിലെ സ്ത്രീ. അതിനുള്ളതാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ. അതല്ലാതെ എന്തിനല്ല. ഈ രീതിയിൽ മനുഷ്യന് താൽക്കാലികമായി സുഖിക്കാനുള്ള ഒരു ഭോഗവസ്തുവല്ല. അങ്ങനെ സ്ത്രീകളെ മാറ്റിയത് ഈ പുരുഷ മേധാവിത്വമാണ്. ഇതിൻ്റെ പിന്നിലുള്ളത് പുരുഷ മേധാവിത്വമാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കേട്ട കഥയൊക്കെ ഏതാ? പുരുഷൻ സ്ത്രീയെ ഉപയോഗിച്ചതാ കേട്ട കഥയൊക്കെ. അല്ലേ? മുഴുവൻ അതാണ്. തിരിച്ചിട്ടോ? അപ്പോൾ ഇവിടെ ആരാ മേധാവിത്വം? പുരുഷ മേധാവിത്വമാണ്. ഇസ്ലാമിലല്ല പുരുഷ മേധാവിത്വം ഉള്ളത്. ഇസ്ലാമിനെതിരെ പല്ലിളിച്ച് കാണിക്കുന്ന ഈ ഒരു പരിഷ്കൃത സമൂഹമെന്ന് പറയുന്ന ഞരമ്പ് രോഗികളിലാണ് യഥാർത്ഥത്തിൽ എന്തുള്ളത് മനസ്സിലാക്കണത്. തിരിച്ചറിയാൻ ഇനി വൈകിക്കൂടാ. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. സിനിമ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയേണ്ട സമയമാണിപ്പം. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മായാവലയമാണ്. അതിലേക്ക് ചെന്ന് ചാടിയാൽ ജീവിതം തകർന്നു പോകും. പഠിപ്പിക്കണം, നമ്മൾ പഠിപ്പിച്ചേ തീരൂ. ഇത് ഇവർക്ക് ജീവിക്കാനുള്ളൊരു ഏർപ്പാട് മാത്രമാണ്. അയാൾ തന്നെ പറഞ്ഞു ഇൻഡസ്ട്രി എന്നാ പറഞ്ഞേ, ഏർപ്പാടാണ്. ഒരു നന്മയും ഇതിലില്ല. ഇപ്പം ചില ആളുകൾക്ക് ഇസ്ലാമിക ദഅവത്തിനും സിനിമ വേണമെന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകലം കുറച്ചത് ഇവരാ. അകലം കുറച്ചതിൽ വലിയ പങ്ക് ഇവർക്കുണ്ട്. ഇവർക്കിട്ട് ഇസ്ലാമിക ദഅവത്തിന് സിനിമ അകലം കുറച്ചതിൽ ഇവർക്ക് വലിയ പങ്കുണ്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ട സഹോദരന്മാരെ, ഇസ്ലാം എത്ര മനോഹരമാണ് എന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. ഇസ്ലാമിക സംസ്കാരം എത്ര മനോഹരമാണെന്ന് നമ്മൾ അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ. നമ്മൾ മനസ്സിലാക്കുക, വളരെ കൃത്യമായി നമ്മളെ നശിപ്പിക്കാനുള്ള അജണ്ടയാണ്
ഈ സിനിമാ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഒന്നും പറയാതിരുന്നിട്ടൊന്നും കാര്യമല്ല. ഇനി ആരെ പേടിച്ചാൽ ഞങ്ങൾ പറയാതിരിക്കണത്? എന്ത് വിളിക്കുമെന്ന് പേടിച്ചാൽ പറയാതിരിക്കണത്? പറയാതിരുന്നിട്ട് കാര്യമില്ല. ഈ രീതിയിലുള്ള എന്ത് മാറ്റവും, ഈ പുതിയ സംഗതികൾ, ഈ ലിബറലുകളുമായി രാജിയായി നിങ്ങൾ പ്രവർത്തിക്കുന്ന എന്ത് പ്രവർത്തനവും നശിപ്പിച്ചോളൂ. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.